ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതു സ്റ്റോക്ക്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വരണ എന്താണെന്നറിയോ? വാഴയൊന്നും നോക്കണ്ട കേട്ടോ, തെങ്ങൊന്നും നോക്കണ്ട. നമ്മുടെ അബിയു ഒരു വർഷം മുമ്പ് വെച്ചതാണേ. കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ വെച്ചത്. അപ്പോൾ ഒരു വർഷവും 2 മാസവും പ്രായമായി കേട്ടോ. ഈ കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂവും കായും പിടിക്കുമോയെന്നറിയില്ല. അതേ പൂത്തിട്ടുണ്ട്, മഞ്ഞ നിറത്തിൽ കണ്ടോ. ഇതാണ് അതിൻ്റെ പൂവ്. കായുണ്ട്, ദേ കണ്ടോ, ഇങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ട്. മുകളിലൊക്കെ ഉണ്ട്, എനിക്ക് എത്തൂല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാവുകയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. അബിയു. പിന്നെ പ്ലാവ് കണ്ടോ, വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവാണ്. അതിലും ചക്ക അതേ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ദേ ഒരു ചക്ക കാണിച്ചു തരാം, താഴത്തെ കണ്ടോ. വേറൊരു ചക്ക ഉണ്ടായിരുന്നു, അത് പറിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടിഞ്ചക്കത്തോരൻ വെച്ചു. ഇനിയിപ്പോൾ വേറൊരു പ്ലാവ് ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്, വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെ. കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ഇതിലും ചക്ക ഉണ്ടാവാൻ തുടങ്ങുന്നുണ്ട്. ഉണ്ടാവുമായിരിക്കും, നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ കിഴക്കേ ഭാഗം, എൻട്രൻസിൻ്റെ ഭാഗമാണ്. ഇതും 2 വർഷമാണ് ഈ പ്ലാവൊക്കെ. ഒരു സെക്കൻഡ്. കണ്ടോ, ഞങ്ങളുടെ നിത്യഹരിത മുരിങ്ങ ഇപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഇതിൻ്റെ ഇല കഴിക്കാൻ പാടില്ല എന്നാണ് പറയണേ, അതുകൊണ്ട് കഴിക്കുന്നില്ല. ചിങ്ങമാസം ആയാൽ സൂപ്പ് കുടിക്കും, തോരൻ വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് കായ ഉണ്ടാവും, അപ്പോൾ കായും തിന്നും. പറയാൻ വിട്ടുപോയിട്ടോ, മുരിങ്ങയുടെ പൂവുണ്ടേ. ഇതിൻ്റെ ചോട്ടിൽ ഞങ്ങൾ തുണി ഇട്ടിട്ട് അതിൽ കളക്ട് ചെയ്ത് വയ്ക്കും രാവിലെ. സൂപ്പർ സാധനമാണ്. അതിങ്ങനെ ഒന്ന് അടുപ്പിൽ പണ്ട് കനൽ ചുട്ട ചമ്മന്തി അരിക്കണം. ഇപ്പോൾ ചുടാൻ പറ്റാത്ത കാരണം നമ്മൾ സ്റ്റീം കയറ്റിയിട്ട് ചമ്മന്തി അരിക്കും. നല്ലതാണ്, അടിപൊളിയാണ്. പൂവുണ്ടാവട്ടെ കേട്ടോ, കാണിച്ചു തരാവേ.